ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇനി വരാനിരിക്കുന്നത് LGSൻ്റെ വേരിയസ് ലെവൽ എക്സാം, കൂടാതെ തന്നെ LDC ലാസ്റ്റ് ഫേസിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ഏത് എക്സാമിനായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ ചിലതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ആനയും മനുഷ്യനും തമ്മിലുള്ള സംഘടനകൾ പരിഹരിക്കുന്നതിനായി ഹാത്തി ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ആനയും മനുഷ്യനും തമ്മിലുള്ള സംഘടനകൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച ആപ്ലിക്കേഷനാണ് ഹാത്തി ആപ്പ്. ഇത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസാമാണ് ആൻസർ. അടുത്തത്: ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേറ്റ സാമ്പത്തിക വിദഗ്ധനും നോബൽ സമ്മാന ജേതാവുമായ വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേറ്റ സാമ്പത്തിക വിദഗ്ധനും കൂടാതെ നോബൽ സമ്മാന ജേതാവുമായ വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. അടുത്ത ചോദ്യം: 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് TV സോമനാഥൻ. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായതാണ് TV സോമനാഥൻ എന്ന വ്യക്തി. TV സോമനാഥൻ. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കിയില്ലേ? അതൊക്കെ നന്നായിട്ട് നോക്കുക. കാര്യം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായാലും അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്ത ചോദ്യം: 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി ആരാണ്? കൻവർ നട്വർ സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് കൻവർ നട്വർ സിംഗ്. അദ്ദേഹം ആരായിരുന്നു? ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൻവർ നട്വർ സിംഗ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പദവി എന്തായിരുന്നു? ഇന്ത്യയുടെ മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്നു. അടുത്ത ചോദ്യം: 2024 ഓഗസ്റ്റിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ എത്ര കരാറുകളിലാണ് ഒപ്പുവെച്ചത്? 2024 ഓഗസ്റ്റിൽ ഇന്ത്യയും കൂടാതെ തന്നെ വിയറ്റ്നാമുമായിട്ട് എത്ര കരാറുകളിലാണ് ഒപ്പുവെച്ചത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 9 ആണ്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ 9 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. 2024 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ വ്യക്തി ആരാണ്? ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു, കൂടാതെ പരിശീലകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അൻഷുമാൻ ഗെയ്ക്വാദ് എന്നാണ്. അൻഷുമാൻ ഗെയ്ക്വാദ് ആരാണ്? അദ്ദേഹം 2024 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹം പരിശീലകനുമായിരുന്നു. അപ്പം ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. അൻഷുമാൻ ഗെയ്ക്വാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 2024 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്തയായ ഐറിഷ് എഴുത്തുകാരി ആരാണ്? 2024 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ഐറിഷ് എഴുത്തുകാരിയാണ് എദ്ന ഓബ്രിയൻ. എദ്ന ഓബ്രിയൻ എന്ന് പറയുന്നത് ആരാണ്? 2024 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്തയായ ഐറിഷ് എഴുത്തുകാരിയാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് പൂനെയാണ്. സംസ്ഥാനമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് അതാണ് നിലവിൽ വന്നത്. എവിടെയാണ് നിലവിൽ വന്നത്? പൂനെയിലാണ്. പൂനെ. അടുത്ത ചോദ്യം: 2024 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് P ഹരീഷ്. P ഹരീഷ് ആരായിട്ടാണ് നിയമിതനായത്? UN ആസ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായി. അദ്ദേഹത്തിൻ്റെ പേരാണ് P ഹരീഷ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് P ഹരീഷ്. അടുത്ത ചോദ്യം: ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത്, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്താണ് ചോദിക്കുന്നതെങ്കിൽ എറണാകുളമാണ്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന മറ്റു ചോദ്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ആർദ്ര കേരളം പുരസ്കാരം അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് വന്നത് എറണാകുളമാണ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളമാണെങ്കിൽ അടുത്തതായിട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്ത്, അത് മാണിടാണ്. ജില്ലാ പഞ്ചായത്ത് എറണാകുളവും
ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം. അതിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മാണിട്, അതും എറണാകുളം ജില്ല തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് നമ്മൾ നേരത്തെ എറണാകുളം പഠിച്ചു. ഇത് മികച്ച ഗ്രാമപഞ്ചായത്താണ്, അത് മാണിടാണ്. മാണിടെന്ന് പറയുന്നതും എറണാകുളം ജില്ലയാണ്. ഏതായിരുന്നു അവാർഡ് എന്ന് പറയുന്നത്? ആർദ്ര കേരളം, അതാണ് അവാർഡ്. ഏത് മേഖലയിലാണ്? ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത്. ഇനി അതിൽ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം. അതിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് വരുന്നത് പേരാമ്പ്ര, അത് കോഴിക്കോടാണ്. ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് പേരാമ്പ്ര എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. അത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ കോഴിക്കോടാണ്, കോഴിക്കോട്. ഇനി അടുത്തത് ആർദ്ര കേരള പുരസ്കാരം, അതിൽ മികച്ച മുനിസിപ്പാലിറ്റി, അത് പൊന്നാനിയാണ്. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം. അപ്പോൾ നമ്മൾ ജില്ല എറണാകുളം പഠിച്ചു, പിന്നെ മാണിട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം പഠിച്ചിരുന്നു. പിന്നീട് നമ്മൾ പേരാമ്പ്ര, നാട്ടെ ഇപ്പോഴതാ മുനിസിപ്പാലിറ്റി ഏതാണ് മികച്ച മുനിസിപ്പാലിറ്റി? പൊന്നാനി, അത് മലപ്പുറമാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡാണ് ആർദ്ര കേരളം. ഇത് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് പോവുക. അടുത്തത് 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ഗോവിന്ദ് മോഹൻ. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ഗോവിന്ദ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി. ഗോവിന്ദ് മോഹൻ എന്തായിട്ടാണ് നിയമിതനായത്? കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അതിൻ്റെ പേര് നമുക്കൊന്നുകൂടെ നോക്കാം, ഗോവിന്ദ് മോഹൻ. അടുത്ത ചോദ്യം, പുതിയ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. എന്താണ് ചോദ്യം? പുതിയ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് TV സോമനാഥനാണ്. അപ്പോൾ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2024 ലോക അവയവദാന ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 അതിൻ്റെ പ്രമേയമാണ് നമ്മൾ പഠിക്കുന്നത്. ബി ദ റീസൺ ഫോർ സംവൺ സ്മൈൽ ടുഡേ എന്നുള്ളത് ഏതിൻ്റെ പ്രമേയമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 ലോക അവയവദാന ദിനത്തിൻ്റെ പ്രമേയമാണ്. ബി ദ റീസൺ ഫോർ സംവൺസ് സ്മൈൽ ടുഡേ എന്നുള്ളത് ലോക അവയവദാന ദിനത്തിൻ്റെ പ്രമേയം. അവയവദാന ദിനം എന്നാണ്? ഓഗസ്റ്റ് 13. ചോദ്യം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴേ എല്ലാ പോയിന്റുകളും കൃത്യമായിട്ടും അതുപോലെ തന്നെ വ്യക്തമായിട്ടും പഠിക്കാം. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? നല്ലൊരു ചോദ്യമാണ് ഇത്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തിയാണ് PR ശ്രീജേഷ്. എന്താണ്? ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായി PR ശ്രീജേഷ്. ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തിയാണ് PR ശ്രീജേഷ് എന്ന്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഏത് എക്സാമിനായാലും കറണ്ട് അഫെയർ എന്നുള്ള ഭാഗം നന്നായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനം ഏതാണ്? 2024 ഓഗസ്റ്റിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് കേരള ബാങ്ക്. കറണ്ട് അഫെയർ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏത് ചോദ്യം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏത് കറണ്ട് അഫെയർ ആയാലും അത് നന്നായിട്ട് തന്നെ പഠിക്കുക. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോഴും നമുക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാം. 2024 ഓഗസ്റ്റിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനമായിരുന്നു കേരള ബാങ്ക്. അടുത്ത ചോദ്യം, 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നതാണ് ദുബായ്. 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് ദുബായ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഓരോ വേദികളും
അതുകൂടാതെ തന്നെ ചില പ്രമേയങ്ങൾ, നമ്മൾ നേരത്തെ അവയവദാന ദിനത്തിൻ്റെ പ്രമേയമൊക്കെ പഠിച്ചതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തന്നെ പഠിക്കാൻ ശ്രമിക്കുക.